ദുബായിലൊക്കെ വാടക ഉയരുന്നതും സ്കൂൾ ഫീസ് കൂട്ടുന്നതുമൊക്കെ പ്രവാസികളെ വലിയ പ്രയാസത്തിലാക്കുന്നുണ്ട്. വാടക 10% മുതൽ 25% വരെയും സ്വകാര്യ സ്കൂളുകളിൽ 6% വരെയുമാണ് ഫീസ് കൂട്ടുന്നത്. വാടക വർദ്ധിച്ചാൽ ആദ്യം അത് ബാധിക്കുക മലയാളികളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഉയരുന്ന ചെലവ് പ്രവാസി താങ്ങുമോ എന്നതാണ്. പ്രവാസി ശബ്ദത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രവാസികളുടെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് UAE-യിൽ നിന്ന് ഐശ്വര്യ പ്രിൻസ്, സബിത ജലീൽ സാമൂഹ്യ പ്രവർത്തകയാണ്, ഷെരീഫ് PV പ്രവാസി അസോസിയേഷന്റെ ദുബായ് പ്രതിനിധിയാണ്. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഐശ്വര്യ, വലിയ പ്രതിസന്ധിയിലൂടെയാണ്, ഇല്ലെങ്കിൽ വലിയ ആശങ്കയിലൂടെയാണ് പ്രവാസികളിൽ ഒട്ടുമിക്ക ആളുകളും, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉയരുന്ന ചെലവ് അത് പ്രവാസികളെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നതാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന? എത്ര ശതമാനത്തോളമാണ് ഉയർത്തിയിരിക്കുന്നത്? എത്ര വലിയ ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാരുള്ളത്? ധന്യ, ലോകമെമ്പാടും ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതിനോടനുസൃതമായി തന്നെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ചും UAE-യിലും ഒക്കെ തന്നെ ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിൽ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ വാടകയും അതുപോലെ തന്നെ സ്കൂൾ ഫീസുമാണ്. സ്കൂൾ ഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ അധ്യയന വർഷം, അതായത് 2021-22 അധ്യയന വർഷത്തിൽ ഓരോ സ്കൂളിന്റെയും മികവിനനുസരിച്ച് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ബോർഡുകൾ, ഇപ്പോൾ ദുബായിലാണെങ്കിൽ KHDA, അതുപോലെ ഷാർജയിലാണെങ്കിൽ സ്പിയ എന്ന ബോർഡൊക്കെ തന്നെയും ഓരോ സ്കൂളിനും അവരുടെ ഒരു കാറ്റഗറി അനുസരിച്ച്, അതായത് അക്സെപ്റ്റബിൾ എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു സ്കൂൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സ്കൂളിന് ഒരു 5% ഫീസ് കൂട്ടാനുള്ള ഒരു അനുമതി ഇത്തരത്തിലുള്ള ബോർഡുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് അബുദാബിയിൽ ഏകദേശം 3.38% വരെയും, ഷാർജയിൽ 5% വരെയും, ദുബായിൽ അതുപോലെ തന്നെ 4.5% വരെയും ഒക്കെ തന്നെയും സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കുവാൻ ഇത്തരത്തിൽ ഈ ബോർഡുകളുടെ അനുമതിയോടുകൂടി നല്ല പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ നിന്നും ഇപ്പോൾ 2-3 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുടുംബങ്ങൾക്ക് അത്തരത്തിലൊരു 5% സ്കൂൾ ഫീസ് ഉയരുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഒരു അധ്യയന വർഷം, ഇപ്പോൾ ഇന്ത്യൻ സ്കൂളുകളുടെ അധ്യയന വർഷം ഏപ്രിലിൽ തന്നെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആദ്യത്തെ ടേമിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ചില സ്കൂളുകളെങ്കിലും ഇത്തരത്തിൽ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അനുമതി ഉണ്ടെങ്കിൽ പോലും ചില സ്കൂളുകൾ അവരുടേതായ തീരുമാനത്തിൽ ഫീസ് വർധനവ് വേണ്ട എന്ന തീരുമാനമെടുത്ത സ്കൂളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള സ്കൂളുകളിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ബുദ്ധിമുട്ട്, കാരണം എല്ലാവർക്കും അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മലയാളികൾ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ നമുക്ക് ചില റിപ്പോർട്ടുകൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഈ സ്കൂൾ ഫീസിനോടൊപ്പം നമുക്കിപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, സാധാരണ രീതിയിൽ ദൈനംദിന ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നേരത്തെ ധന്യ പറഞ്ഞതുപോലെ വാടക. കാരണം നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന 2 ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ കോവിഡ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വാടകയൊക്കെ ഒന്ന് കുറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ പലരും ഇപ്പോ ഷാർജയിലൊക്കെ ജീവിച്ചിരുന്നവർ ദുബായിലേക്കൊക്കെ താമസം മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു സാഹചര്യം മെച്ചപ്പെട്ടതോട് കൂടി തന്നെ വീണ്ടും ദുബായിലൊക്കെ വാടക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വീണ്ടും പ്രവാസികളെ, പ്രത്യേകിച്ച് മലയാളികൾ, കുടുംബമായി താമസിക്കുന്ന മലയാളികളെ തീർച്ചയായിട്ടും പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. പലരും തിരിച്ച് കുറഞ്ഞ വാടകയുള്ള സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഞാൻ വരാം, ഐശ്വര്യയിലേക്ക് വരാം. ഞാനൊന്ന് സബിതയിലേക്ക് കൂടി പോട്ടെ. ശ്രീമതി സബിത ജലീൽ, ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പം നേരത്തെ ഐശ്വര്യ പറഞ്ഞതുപോലെ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ചിലവ് കൂടുന്നുണ്ട്, സാധനങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ പൈസയിൽ വലിയ വർധന ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പ്രവാസികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു, ഇപ്പം അവിടെ ജോലിയായിട്ട് പോകുന്നതായിരിക്കും, സെറ്റിൽ ആണെങ്കിലും ഇപ്പോൾ ഒരു ഫാമിലിയിൽ 2 പേർ ജോലിക്ക് പോകുന്നതാണെങ്കിൽ ആ ഒരു അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്ന ആ സാലറി അനുസരിച്ചായിരിക്കും. അപ്പം അതിൽ താങ്ങാൻ പറ്റാത്തതിന്റെ പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയും ഈ കണക്കുകളെല്ലാം തെറ്റുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണോ? നിങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. എന്താണ് നിലവിൽ അവിടെ ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നം? ഇവിടെ ഇപ്പൊ സാമൂഹിക ചുറ്റുപാടൊക്കെ ഇങ്ങനെ
എന്താ പറയാ, സ്കൂളുകളിലാണ് കൂടുതൽ നമ്മള് ചെലവുകള്, നമ്മളെ ശമ്പളം കിട്ടുന്നതിലും അധിക ശതമാനവും പോണത് നമ്മള് സ്കൂളില് പഠനത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ. അതെ, കൂടുതൽ ഫീസായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മള് മാസാവസാനം നമ്മളെ ബഡ്ജറ്റ് നോക്കുമ്പോ നമുക്ക് വരവിനനുസരിച്ചിട്ടുള്ള ചെലവായിരിക്കില്ല. നമ്മള് എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മള് അതിലിങ്ങനെ ഒതുങ്ങണത്. നമ്മള് കോംപ്രമൈസ് ചെയ്യാണ്. നമ്മളിപ്പോ ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മള് ഇപ്പൊ സാധനങ്ങൾ വാങ്ങണ, പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോ നമ്മള് ആഴ്ചയിൽ ഇപ്പൊ നമ്മൾ 2 പ്രാവശ്യം വാങ്ങണ സാധനങ്ങൾ നമ്മൾ വിചാരിക്കും ആഴ്ചയിൽ 1 പ്രാവശ്യം ആക്കാം, അങ്ങനെ വിചാരിക്കും. അപ്പൊ ചെലവ് കൂടി വരികയാണ്. പിന്നെ ആണെങ്കിൽ നമ്മള് ക്രിസ്മസ്, ഈദ്, ഓണം ഒക്കെ നമ്മൾ ആഘോഷിക്കണ ഇപ്പൊ ഇവിടെ തന്നെയാണ്. നമ്മള് ഓരോ ആഘോഷങ്ങൾ നാട്ടിൽ പോണെന്ന് വിചാരിച്ചാല് വിമാനത്തിന്റെ ചെലവും അത് നമ്മളെ കയ്യിൽ ാണ്. ശരി, ഞാൻ വരാം. ശ്രീ ഷെരീഫ് PV, ഇവിടെ ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഒരു ഫാമിലി റൺ ചെയ്യുന്ന ആൾക്കാരാകുമ്പോഴത്തേനും ഇതിനെക്കുറിച്ച് ഇപ്പം സാധനങ്ങളുടെ വിലയാണെങ്കിലും കുട്ടികളുടെ ഫീസാണെങ്കിലും വാടകയാണെങ്കിലും ഇതെല്ലാം ബാധിക്കുന്ന മലയാളികളാണ് വലിയൊരു ശതമാനവും ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലുള്ളത്. ഇതിൽ പക്ഷേ നാട്ടിലേക്ക് തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതിലേക്ക് കൂടുതൽ ആളുകൾ കടന്നിട്ടുണ്ടോ നിലവിൽ? നമസ്കാരം. നമസ്കാരം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സ്മിത മേഡവും അതുപോലെ തന്നെ ശ്രുതി മേഡവും പറഞ്ഞതുപോലെ തന്നെ ദുബായിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കെട്ടിട വാടക വർധനവും അതുപോലെ സ്കൂൾ ഫീസ് ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഈ സ്കൂൾ ഫീസും അതുപോലെ തന്നെ കെട്ടിട വാടകയുടെ വർധന കാരണം കൂടുതൽ പ്രവാസികൾ താങ്ങാനാവാത്ത രീതിയിൽ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നാണ് അറിവ്. നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണെങ്കിൽ ഈ സമയത്തുള്ള വിമാന ടിക്കറ്റ് വർധന ഒട്ടേറെ വർഷങ്ങളായി പ്രവാസികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ആകാശക്കൊള്ള അവസാനിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം നമ്മൾ കേന്ദ്ര സർക്കാരുകളും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രവാസികൾ ഒരുമിച്ച് നിന്ന് കൂട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെ ഒരു ശബ്ദം ഉയർത്തണം എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നാട്ടിലും നിത്യോപയോഗ സാധനങ്ങൾ, പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില വർധന കാരണം നിത്യോപയോഗ സാധനങ്ങളും സൂചിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുക. അതിന് പുറത്ത് സർക്കാരുകൾ ഇപ്പോൾ കെട്ടിട നികുതിയും അതുപോലെ തന്നെ അപേക്ഷ ഫീസിനൊക്കെ ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ പ്രവാസികൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാം കൊണ്ടും വില വർധനവ് കാരണം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രവാസികൾക്ക്. ശരി, ഞാൻ വരാം. ഇവിടെ ഐശ്വര്യ, ഒരു കാര്യം, ഇപ്പോൾ കെട്ടിടങ്ങൾ കൂടുന്നുണ്ട്. ദുബായിയെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം എത്രത്തോളം വലിയ വികസനമാണ് ഓരോ വർഷം തോറും നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര തന്നെ ആളുകൾ എത്തുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നായിട്ട്. അപ്പം മലയാളികളെ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയ കേരളം വരെ ദുബായിലായി എന്നുള്ള തരത്തിൽ ഓരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അത്രയും മലയാളികൾ എത്തപ്പെടുന്നു. അത് ഫാമിലി ആയിട്ട് വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവർ സ്ഥിരതാമസമാക്കുന്നതൊക്കെ ഈ വാടക നിരക്ക്, ഫ്ളാറ്റുകൾക്ക് മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങൾക്ക് കൂടെയുള്ള വാടക നിരക്കിലും മറ്റ് ചെലവുകളിലുമൊക്കെ കാരണമാകുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ലെങ്കിൽ അവിടെയുള്ള ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ കോവിഡിന് ശേഷം വന്ന മാറ്റങ്ങളിൽ നിന്നാണോ ഈ വലിയ ചെലവിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ധന്യ, ഈ ഒരു കോവിഡ് സമയത്ത് വലിയൊരു കൊഴിഞ്ഞുപോക്കാണ്. അതായത് പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക്, പ്രത്യേകിച്ചും കുടുംബമായി വർഷങ്ങളായി ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ തന്നെ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ കെട്ടിട വാടക വളരെയധികം കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ പിന്നീട് ഈ ഒരു കോവിഡാനന്തരം 1 വർഷം കഴിഞ്ഞപ്പോൾ സാഹചര്യം മെച്ചപ്പെട്ട ഒരു സമയം വന്നപ്പോഴേക്കും കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം ഏവരും എടുത്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും നമുക്ക് കോവിഡിനെ ഒരു കാരണമായി പറയാം. കാരണം ഈ പെട്ടെന്നൊരു പാൻഡമിക് വരികയും പലരുടെയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ഒരു വരുമാനം, നല്ലൊരു വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുടുംബത്തോടു കൂടി തന്നെ ഇവിടെ താമസിക്കാം എന്നുള്ള നിലയിൽ പലരും കുടുംബത്തെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ഗവൺമെന്റ്, ഇവിടുത്തെ UAE സർക്കാർ ഒരുപാട് നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടൊക്കെ കുറച്ച് വർഷങ്ങൾ മുൻപ് ഒരു കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാൻ ഒരു വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിനനുസൃതമായിട്ട്
ആയിട്ടുള്ള ഒരു വരുമാനം വേണം, സാലറിയുടെ ഒരു സ്ലാബ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിരവധി പല ടൈപ്പുകളിലുള്ള വിസയാണ് ഈ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു 4000 ദിർഹം 5000 ദിർഹം ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് ജീവിത പങ്കാളിയെ ഇങ്ങോട്ടേക്ക് ഒരു വിസ എടുത്തു കൊണ്ടുവരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാനുള്ള ഒരു അനുമതി, ഒരു ലേബർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം, പിന്നീട് ജോലിയിലേക്ക് വിസ മാറുകയും ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർക്കാർ, ഇവിടുത്തെ ഈ രാജ്യം ആളുകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതും ഈ ഒരു കെട്ടിട വാടക കൂടാൻ ഒരു പ്രധാന കാരണമാകുന്നുണ്ട്. സബിത, ഇവിടെ ഇപ്പം നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ആ ഭാഗങ്ങളിൽ മലയാളികളായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള ഭാഗമാണോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന്, ഏരിയകളിൽ നിന്ന് ആളുകൾ ഈ പുതുതായി ഡെവലപ്പ് ചെയ്യുന്ന ഭാഗങ്ങളിലേക്കൊക്കെ മാറുന്നുണ്ടോ? അതായത് കുറച്ചുകൂടി ഉള്ളോട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പ്രവണത, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഞാൻ താമസിക്കുന്നത് ഷാർജയിലാണ്. അപ്പോ കൂടുതലും കുറഞ്ഞ റെന്റ് നമുക്ക് എല്ലാ വർഷവും റിന്യൂ ചെയ്യുമ്പോ അവര് ഇത്ര ശതമാനം കൂട്ടും. കൊറോണ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് കൂടി വരികയാണ്. അപ്പോ ആളുകള് ഓരോ വർഷം കുറഞ്ഞ റെന്റ് ഉള്ള സ്ഥലത്തേക്ക് മാറിപ്പോണുണ്ട്. അതെ, അതായത് അപ്പോഴീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ കുട്ടികളുള്ള ആളുകളാണെങ്കിലും എല്ലാ തരത്തിലും സ്കൂളും എല്ലാം മാറ്റിക്കൊണ്ടാണ് ഇവർക്ക് പോകേണ്ടി വരുന്നത്, അല്ലേ? അതെ അതെ, സ്കൂള് ബസ് നമ്മളതിനനുസരിച്ച് റൂട്ട് നോക്കിയിട്ട് നമ്മൾ കുറഞ്ഞ വാടക ഉള്ള സ്ഥലം നോക്കിയിട്ട് ആളുകൾ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പം ഈ ദുബായിൽ ഇത് കൂടി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഈ ഷാർജയിൽ നിന്നും മറ്റ് വടക്കൻ എമിറേറ്റ്സുകളിൽ നിന്നൊക്കെ ഇവിടേക്ക് ഈ താമസം മാറുന്നവരുടെ എണ്ണം വലുതായി കുറയുന്നും ഉണ്ട്. ഇത്രയും താങ്ങാൻ പറ്റാത്ത സ്ഥിതി കൂടിയുണ്ട് അല്ലേ പലർക്കും? അതെ അതെ, ദുബായില് എല്ലാവരും റെന്റ് കുറഞ്ഞപ്പോ ഷാർജയിൽ നിന്ന് എല്ലാവരും ദുബായിലേക്ക് താമസം മാറ്റിയിട്ട് വീണ്ടും തിരിച്ച് ഷാർജയിലും അജ്മാനിലും ഒക്കെ വരുന്ന ആളുകൾ കൂടുകയാണ് ഇപ്പോ. ഈ നോർത്തേൺ എമിറേറ്റ്സിൽ റെന്റ് കുറവുള്ളതുകൊണ്ട്, ഷാർജ, അജ്മാൻ പോലുള്ള എമിറേറ്റ്സിൽ കുറഞ്ഞ റെന്റ് ഉള്ളതുകൊണ്ട് ദുബായിൽ നിന്ന് എല്ലാവരും മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ. ശരി, ശ്രീ ഷെരീഫ്, ഇവിടെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള, ഇപ്പൊ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഉണർവുണ്ട് ആ മേഖലയെ സംബന്ധിച്ച്. എല്ലാ രാജ്യങ്ങളിലും സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കണം. പക്ഷേ ഇത് ഈ വാടകയിൽ പ്രതിഫലിക്കുമെന്നൊക്കെയായിരുന്നു ദുബായിയുടെ ഈ ലാൻഡ് വകുപ്പിന്റെ ഒക്കെ ഒരു നിരീക്ഷണവും അവരുടെ നിഗമനവും അത്തരത്തിലായിരുന്നു. വാടക എന്തുകൊണ്ട് കൂടുന്നു, പ്രത്യേകിച്ച് കെട്ടിടങ്ങളുടെ ഒക്കെ വാടക ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെയുള്ള രീതിയിൽ, അത് എന്തുകൊണ്ട് ഇപ്പൊ കോവിഡ് മാത്രമായിട്ട് അതിനൊരു കാരണമായിട്ട് പറയാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ്? താങ്കളുടെ കൂട്ടുകാരോ ഒക്കെ കച്ചവട മേഖലയിലുണ്ടോ? അവരൊക്കെ എന്താണ് പറയുന്നത്? അവരുടെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? നമ്മൾ സ്കൂളിന്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് കഴിഞ്ഞ ലോക കേരള സഭയിലും അതുപോലെ തന്നെ മുമ്പ് വിദേശ UAE സന്ദർശന സമയത്തൊക്കെ പ്രഖ്യാപിച്ചിരുന്നത് UAE-യിൽ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂൾ ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ സർക്കാരുകൾ പ്രവാസികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന പ്രൊജക്ടുകൾ, പദ്ധതികളൊക്കെ ജലരേഖയായി മാറുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതുപോലുള്ള ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നല്ലാണ്ട് അത് പ്രഖ്യാപനങ്ങളായി പത്രത്തിലായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ച ശബ്ദം പ്രവാസി സംഘടനകൾ ഉയരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡിന് ശേഷം എല്ലാ മേഖലയിലും ഡെവലപ്മെന്റ് ആയിരിക്കണം. UAE മൊത്തത്തിൽ എല്ലാ മേഖലയും ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയും ബിസിനസ് മേഖലയും എല്ലാ മേഖലയും നല്ല ഉണർവ് ആണ് നിലവിലുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തില് കെട്ടിട വാടകയും അതുപോലെ തന്നെ സ്കൂൾ ഫീസൊക്കെ വർദ്ധിക്കുന്നത് പ്രവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്.
ശരി. ഐശ്വര്യ, ഇവിടെ ഇപ്പം നഗരത്തിന്റെ ഏതാണ്ട് ഹൃദയഭാഗം എന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വണ്ടിയുടെ ചെലവ്, സ്കൂൾ ബസിന്റെ ചെലവ്, ഇല്ലെങ്കിൽ ഇപ്പൊ പഴയ കെട്ടിടമാണ് ഇവർ താമസിക്കാൻ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും അതിൽ കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നല്ലാതെ ചിലവിൽ വലിയ വ്യത്യാസം വരുന്നുണ്ടോ? ഇപ്പം മെയിൻ സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളോട്ടൊക്കെ പോയി താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത്ര വലിയ ലാഭം ഉണ്ടാവുന്നുണ്ടോ ആ നീക്കത്തിൽ? ലാഭം പ്രത്യേകമായി വരുന്നത് ഈ ഒരു കെട്ടിട വാടകയിൽ തന്നെയാണ്. ബാക്കി നമുക്ക് ദൈനംദിനമായി ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെയും ഏകദേശം ഏകീകൃതമായിട്ടുള്ള ഒരു വില തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കെട്ടിട വാടക എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഒരു കുടുംബവുമായി താമസിക്കുമ്പോൾ ഈ വാടക എന്ന് പറയുന്നതാണ് ശരിക്കും ഓരോ പ്രവാസിയുടെയും വരുമാനത്തിൽ നിന്നും വലിയൊരു പങ്ക് മാറിപ്പോകുന്നത് കെട്ടിട വാടകയ്ക്ക് തന്നെയാണ്. പിന്നീട് വരുന്നതാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ ഫീസ്. അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഇപ്പൊ ഈ സ്കൂൾ ഫീസിനോടൊപ്പം ഈ വാടക എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഇപ്പം നമുക്കറിയാം സ്റ്റേഷനടുത്തും എയർപോർട്ടിനടുത്തും ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വാടകയിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈ മെട്രോ ബസ് സൗകര്യം അങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണോ വാടകയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്? തീർച്ചയായിട്ടും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വാടകയിലെ വ്യത്യാസം വരുന്നത്. പ്രത്യേകിച്ചും ദുബായിൽ വാടക വളരെ കൂടുതലാണ്. നമുക്കറിയാം ദുബായ് എന്ന് പറയുന്ന ഒരു നഗരത്തിന്റെ ഒരു പ്രാധാന്യം കൊണ്ട് തന്നെ ദുബായിൽ വാടക കൂടി തന്നെയാണ് എപ്പോഴും നിൽക്കാറുള്ളത്. അതിൽ കോവിഡ് സാഹചര്യത്തിൽ മാത്രമാണ് അല്പമെങ്കിലും വാടക ഒന്ന് കുറഞ്ഞു നിന്നത് ദുബായിൽ. പിന്നീട് അത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഷാർജയിലാണ് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ മലയാളികളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷാർജയിലാണ്. ഇപ്പൊ ദുബായിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഷാർജയിൽ താമസിച്ചുകൊണ്ട് ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്. സ്കൂളിൽ കുട്ടികൾ ദുബായിലേക്ക് സ്കൂളിൽ പോകുന്നുണ്ട്. കാരണം ദുബായിയോട് ചേർന്ന് കിടക്കുന്ന എമിറേറ്റ് ആണ് ഷാർജ. ഇതും മാറി അജ്മാനിലേക്ക് താമസിക്കുന്നവരുമുണ്ട്. പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർക്കറിയാം പെട്രോൾ വിലയിൽ വന്നിരിക്കുന്ന ഒരു വർധനവ്. അതും ഈ ഒരു ജീവിത ചെലവുകൾ ഉയരാൻ വലിയൊരു കാരണം തന്നെയാണ്. പെട്രോൾ വിലയിൽ വന്നിരിക്കുന്ന വർധനവിനോട് അനുസൃതമായി തന്നെ സാധനങ്ങൾക്ക് വില കൂടുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ ബസിന്റെ ഫീസ് റേറ്റ്, അതിന്റെ നിരക്കും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉയർന്നു തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഫാമിലി ബഡ്ജറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ അധ്യയന വർഷം കഴിയുമ്പോഴും പെട്രോളിന്റെ വർധനവിനനുസരിച്ച്, നിരക്ക് വർധനവിനനുസരിച്ച് വരുന്ന സ്കൂൾ ബസിന്റെ ആ ഒരു റേറ്റ് കൂടുന്നതും ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെട്രോൾ വില വർധനവ് കൊണ്ട് തന്നെ സാധനങ്ങളുടെ വിലയും ഇപ്പോൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പെട്രോളിനെയൊക്കെ സംബന്ധിച്ച് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സി ഉപയോഗിക്കുന്ന ആളുകൾ വലിയ വില വർധന, അതായത് അത് ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അത് മാത്രമല്ല, കൂടുതലായിട്ട് ആളുകൾ സ്വന്തമായി വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് അവരെ വലിയ ബാധ്യതയിലേക്ക് തള്ളിവിടുന്നുമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ വർഷങ്ങളായി സ്വന്തം വാഹനം ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ ഒരു വ്യത്യാസം വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും. കാരണം ഒരു മാസം ഇപ്പൊ പെട്രോളിന് മാറ്റിവെക്കുന്ന ഒരു തുക ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് ഈ ഒരു പെട്രോളിന്റെ വില വർധനവിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ. എന്നാൽ അതേസമയം ടാക്സി ഫെയറിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് പെട്രോളിന്റെ വില കൂടുന്ന സമയത്ത് ടാക്സി ഫെയർ ഒന്ന് കൂട്ടിയാലും പക്ഷെ വീണ്ടും ഒരു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും ഇങ്ങനെ അതത് മാസങ്ങളിലേക്കുള്ള നിരക്ക് സർക്കാർ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അതിനോട് അനുസൃതമായി തന്നെ തിരിച്ചു കുറയ്ക്കാറുമുണ്ട്. അതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൂട്ടുന്നതനുസരിച്ച് പെട്രോളിന്റെ വിലയിൽ കുറവ് വരുന്നതനുസരിച്ച് ഈ ഒരു ടാക്സി ഫെയറിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ സ്ഥിരമായി വർഷങ്ങളായി താമസിക്കുന്ന ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും ഈ പെട്രോളിന്റെ വിലയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം അവരുടെ ഒരു ഫാമിലി ബഡ്ജറ്റിൽ എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. നമുക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും എല്ലാം തന്നെ അതിൽ വരുന്നതാണ്. അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ശ്രീമതി സബിത, ഇതിനെ എങ്ങനെ നേരിടാമെന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, ഷരീഫ് പറഞ്ഞതുപോലെ, എന്തെങ്കിലും ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നവർക്ക് കേന്ദ്ര സർക്കാരോ ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എത്തരത്തിലാണ്? അവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ നേരിടാം? നിങ്ങളൊരു പ്ലാനൊക്കെ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ എല്ലാം മാറിയിട്ടുണ്ടാവും. ഈ വിലവർധനവിൽ എല്ലാം തന്നെ മാറിയിട്ടുണ്ടാവും. ആ കണക്കുകൾ മൊത്തത്തിൽ തെറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവർക്കല്ലേ അതിനെക്കുറിച്ച് അറിയുള്ളൂ? ഇവിടെ ഇപ്പൊ നമ്മള് ജീവിത ചെലവ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യണത്. പിന്നെ ഞാനിപ്പോ ഇവിടെ 20 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അപ്പൊ നമ്മള് എല്ലാ വർഷവും നാട്ടില് വെക്കേഷൻ സമയത്താണ്, കുട്ടികൾക്ക് വെക്കേഷൻ സമയത്താണ് നമ്മൾ നാട്ടിൽ പോവുക. അപ്പൊ ആ നാട്ടിൽ പോണത് നമ്മള് ഒരു വർഷം പോയാൽ പിന്നെ ഞങ്ങൾ 3 വർഷമൊക്കെ എടുക്കും പിന്നെ അടുത്ത പ്രാവശ്യം പോവാൻ. നമുക്ക് അത്രയും
വിമാനത്തിന്റെ ടിക്കറ്റ് ചാർജ് അത്രയും കൂടുതലാണ്. നമുക്കത് ഒരു പ്രാവശ്യം പോയാൽ പിന്നെ നമ്മൾ 1 വർഷം 1.5 വർഷമൊക്കെ എടുക്കും നമ്മളത് ഒന്ന് കരകയറി വരാന്. കാരണം 3 കുട്ടികള് പിന്നെ 2 വലിയ ആൾക്കാരും കൂടിയിട്ട് നമ്മള് യാത്ര ചെയ്യുമ്പോ അപ്പൊ ടിക്കറ്റ് ഫെയർ ഒരാൾക്ക് തന്നെ ഒരു 2000 ദിറംസ് ഒക്കെ വരും. അത് നമ്മള് 1 വർഷം കൊണ്ടൊന്നും നമുക്കത് തിരിച്ചെടുക്കാനുള്ള ഇത് ഉണ്ടാവില്ല. അത് കുറച്ച് നമ്മള് എല്ലാ വർഷം പോകുന്നത് നമ്മൾ കുറച്ച് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ വീട്ടു ചെലവുകൾ കുറച്ച് വരിക. നാട്ടിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ ഇവിടെ വന്ന് ഇവിടെ സെറ്റിൽ ആയി വരിക എന്ന് പറഞ്ഞാൽ അതും വലിയ പാടായിരിക്കും. അതും പാടാണ്. നാട്ടിലേക്ക് പോയാൽ അവിടെയും ചെലവ് കൂടുതലാണ്, അവിടുത്തെ ജീവിത ചെലവുകളും കൂടുതലാണ്. ശരി, എന്തായാലും വലിയ വലിയ വിഷയം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ചെലവ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ സാധനങ്ങളുടെ വീട്ടു സാധനങ്ങളുടെയൊക്കെ വില കൂടുന്നു, ഇറക്കുമതി കുറവാണ് എന്ന് പറയുന്നു. അപ്പം ദുബായ് പോലെയൊരു സ്ഥലത്തിനെ സംബന്ധിച്ച്, ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വലിയ ചെലവ് വലിയ ബുദ്ധിമുട്ടിലേക്ക് ആളുകൾ നയിക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ വലിയ പ്രശ്നത്തിൽ ആണ്, ആശങ്കയിലാണ് ഈ വില വർധനവ്. ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി ഐശ്വര്യ പ്രിൻസ്, സബിത ജലീൽ, ഷെരീഫ് പി വി. താങ്ക് യു. പ്രവാസികളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം അടുത്ത ദിവസം പ്രവാസി ശബ്ദത്തിൽ കേൾക്കാം. ഇപ്പോൾ ഇടവേള. നിക്ഷേപകർക്കും സന്ദർശകർക്കും ഇടയിൽ സുതാര്യത മെച്ചപ്പെടുത്താൻ ദുബായ് ഭരണകൂടം. ഇതിന്റെ ഭാഗമായി ഹോളിഡേ ഹോമുകൾക്കായി പ്രത്യേക QR കോഡ് സംരംഭം ആരംഭിച്ചു. എമിറേറ്റിനെ ആഗോള സിറ്റിയായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ. ഹോളിഡേ ഹോം ഉടമകൾ അവധിക്കാല വസതികളുടെ പ്രധാന കവാടങ്ങളിൽ QR കോഡ് പ്രദർശിപ്പിക്കണമെന്നതാണ് വ്യവസ്ഥ. നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്നും ഉറപ്പാക്കണം. ഇന്ത്യ ഷാർജ സഹകരണം ശക്തമാക്കാൻ ധാരണ. മുംബൈയിൽ നടന്ന UAE ഇന്ത്യ ബിസിനസ് ഫോറം വ്യവസായ ചർച്ചകളുടെ കൂട്ടായ്മയായി മാറി. ഷാർജയിൽ നിന്നും മുംബൈയിൽ നിന്നുമുള്ള പ്രധാന ബിസിനസ് പ്രമുഖരും സർക്കാർ ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും പങ്കെടുത്തു. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ചെയർമാൻ അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസിന്റെ നേതൃത്വത്തിൽ ഷാർജ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് സെന്ററാണ് ചർച്ച സംഘടിപ്പിച്ചത്. ജൂൺ 2 വരെ ചർച്ചകൾ തുടരും. റമദാനിൽ ദുബായ് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അലൈന പദ്ധതിയിൽ ഭാഗമായവരെ ആദരിച്ചു. പോലീസ് മേധാവികളുടെ പ്രത്യേക ക്ഷണം അനുസരിച്ച് പദ്ധതിയിൽ പങ്കെടുത്ത എല്ലാവരും ചടങ്ങിനെത്തി. റമദാനിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്കായി നടത്തിയ സഹായ പദ്ധതിയാണ് ഇഫ്താർക്കും അലൈന. സാധാരണക്കാരായ പ്രവാസികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകിയാണ് ഇഫ്താർക്കും അലൈന പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചത്. പൂർണ്ണമാവുന്നു. നമസ്കാരം.